വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു മലബാറി സ്റ്റൈലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി കാണാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കടായി ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു സവോള സ്ലൈസ് ചെയ്തത് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ റെഡി ആകുമ്പോഴത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം. ചതയ്ക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ ഒരു കഷ്ണം, ഒരു 10 വെളുത്തുള്ളി, ഒരു 8 ചുവന്നുള്ളി. എരിവ് കണക്കാക്കി പച്ചമുളക് ചേർക്കാം. ഞാനൊരു 4 പച്ചമുളക് ചേർക്കുകയാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ കിട്ടി. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി, ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന മിക്സറിനകത്തേക്ക് ചേർക്കാം. അപ്പം അത് എരിവ് വേണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം 2 ഒക്കെ ആയിട്ട് കുറയ്ക്കാം. നമ്മൾ മുളക് പൊടി ചേർക്കാത്തൊരു കറിയാണ്, പച്ചമുളകിൻ്റെ എരിവേ ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ പച്ച മണം മാറണം, അതുവരെ വഴറ്റുക. ഒരു 3-4 മിനിറ്റ് സമയം എടുക്കും, അതുവരെ വഴറ്റിയെടുക്കുക. ഇതിവിടെ റെഡി ആകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അപ്പോൾ സെയിം മിക്സി ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ. ഇനി ഇതിലേക്ക് നമ്മൾ കാഷ്നട്ട്സാണ് ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ കാഷ്നട്ട്, ഒരു 1.5-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർക്കുക, ചൂടുവെള്ളത്തിൽ കുതിർക്കുക. അതിനുശേഷം ചേർക്കുക. അതിലേക്ക് ചെറിയൊരു പിടി പുതിന ഇല, പക്ഷെ ഒരു 1/4 കപ്പോളം മല്ലിയില. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ തൈര് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇത് മാറ്റി വെക്കാം. തീ കുറച്ച് വെച്ച ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. 1.5 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയുടെ പച്ചമണം ഒന്ന് മാറണം. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരപ്പ് കഴുകി ഇതൊരു. അപ്പം പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് തൈരാണ്. ടൊമാറ്റോ വെള്ളം ചേർക്കാം, ഞാൻ പ്രിഫർ ചെയ്യുന്നത് തൈരാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട് എടുത്തത് തൈരോടെ ചേർത്ത്, തൈര് ചേർക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എണ്ണ തെളിഞ്ഞ് വരും, അതുവരെ ഒന്ന് വഴറ്റുക. ഇപ്പം നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന കാണാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇതുവരെ. 1/2 കിലോ ചിക്കനാണ്, 1/2 കിലോ കറിക്കട്ട നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഹൈ ഫ്ലെയിം, ചിക്കൻ ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം വേണം തീ കുറയ്ക്കാനായിട്ട്. പുറമെല്ലാം ഒന്ന് വെള്ളം നിറമായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കും. ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാൻ 1/4 കപ്പോളം വെള്ളം ചേർത്തു. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് തിള വന്ന ശേഷം ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ചെയ്യാം. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഇപ്പോൾ നല്ലതായിട്ട് തിള വരാൻ തുടങ്ങി. തീ കുറച്ച് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം.
20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി, ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കടുക് വറക്കാം. കടുക് വറക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. അതുപോലെ ചെറിയൊരു പിടി കറിവേപ്പില. കറിയിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. മലബാറി ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത് നെയ്ച്ചോറിനോട് നല്ല കോമ്പിനേഷനാണ്. കേരള പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തി, ഇടിയപ്പം, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.